السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ തഫ്സീർ ദർസുകൾ ഈ തലശ്ശേരിയിൽ ഈ മസ്ജിദിൽ 5-6 അല്ലെങ്കിൽ അതിലധികമോ വർഷമായി നമ്മൾ അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ട് ഈ രോഗങ്ങളും പ്രയാസങ്ങളും കാരണത്താൽ നിർത്തിവെക്കേണ്ടി വരികയും ഇപ്പോൾ അത് വീണ്ടും ആരംഭിക്കാൻ സാധിച്ചിരിക്കുകയുമാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു വലക ശുക്രു കുല്ലു വഇലൈക യുർജഉൽ അംറു കുല്ലു. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ അവന്റെ ദീൻ പഠിക്കാനുള്ള ഈ ശ്രമം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയും പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുകയും നമ്മുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. സൂറത്തു അൽ അഹ്ഖാഫിന്റെ തഫ്സീറായിരുന്നു നമ്മൾ ഈ ദർസുകൾ അവസാനിക്കുന്ന മുമ്പ് നിർത്തിവെച്ച സമയത്ത് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ 15-ാമത്തെ ആയത്താണ്. സൂറത്തു അൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തായിരുന്നു അവസാനം നമ്മൾ വിശദീകരിച്ചത്. സൂറത്തു അൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. വസ്സൈന, നാം വസിയത്ത് നൽകുകയുണ്ടായി, നാം ഉപദേശിക്കുകയുണ്ടായി, നാം ഇതാ ഉപദേശിച്ചിരിക്കുന്നു അൽ ഇൻസാന, മനുഷ്യനോട്, ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കൾക്ക്, ഇഹ്സാന, നന്മ ചെയ്യണം എന്ന്. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹ. ഹമലത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ, മനുഷ്യന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നു, കുർഹൻ, പ്രയാസം സഹിച്ചുകൊണ്ട്, വവദഅത്ഹു കുർഹൻ, പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെയാണ് പ്രസവിച്ചതും. വഹംലുഹു വഫിസാലുഹു 30 ശഹറ. വഹംലുഹു, മനുഷ്യന്റെ മാതാവ് അവനെ ഗർഭം വഹിക്കുന്ന കാലവും, വഫിസാലുഹു, എന്നിട്ട് മുലയൂട്ടൽ കാലവും, രണ്ടും കൂട്ടിയാൽ അത് 30 ശഹറൻ, 30 മാസമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല മാതാപിതാക്കളോടുള്ള ബാധ്യത മനുഷ്യരെ ഉണർത്തിയത് ഈ ആയത്തിലൂടെ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ വസിയ്യത്താണ് അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നത്. ഇത് സഹോദരങ്ങളെ, ഈ ശരീഅത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ പഴയ നബിമാർക്ക് അടക്കം പഴയകാല സമുദായങ്ങൾക്കെല്ലാം നൽകിയ അള്ളാഹുവിന്റെ വസിയ്യത്തുകളിലൊന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ മക്കളെ അവൻ ഉപദേശിച്ചു എന്നത്.
റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ഹക്ക് പറഞ്ഞത് കാണാം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന ബാധ്യത. ഏറ്റവും വലിയ ഹക്ക് അതാണ്. അതിനാണ് റബ്ബ് നമ്മെ പടച്ചത്. അതിനാണ് അവൻ എല്ലാ കിതാബുകളും അവതരിപ്പിച്ചത്. അതിനാണ് അവൻ മുഴുവൻ നബിമാരെയും നിയോഗിച്ചത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയുടെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. കാരണം ഈ ലോകത്തേക്ക് നാം കടന്നു വരാൻ ഉള്ള കാരണക്കാർ അവനാണ്. അള്ളാഹു അവരെയാണ് കാരണക്കാരാക്കിയത്. മാത്രമല്ല അവരോട് ഉള്ള ബാധ്യതയിൽ കൂടുതൽ ബാധ്യതയുള്ളത് മാതാവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് എന്ന് ഒരാൾ വന്ന് ചോദിച്ചു. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസാണ്. മൻ അബർ, ഓ നബിയെ ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്, നിന്റെ ഉമ്മയോട്. സുമ്മമൻ ഉമ്മക്, സുമ്മമൻ ഉമ്മക്, 3 തവണ ഉമ്മയുടെ കാര്യം പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോൾ അബാക്, നിന്റെ പിതാവിനോട് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. കാരണം വല്ലാഹു അലം, പിതാവിന് ഇല്ലാത്ത 3 സന്ദർഭങ്ങൾ മാതാവ് മാത്രം സഹിക്കുന്നതായുണ്ട്. പിതാവ് സഹിക്കാത്ത 3 കാര്യങ്ങൾ മാതാവ് സഹിക്കുന്നതുണ്ട്. ഒന്ന്, ഗർഭം ചുമക്കുക എന്നത്. ആ പ്രയാസം പുരുഷനല്ല, സ്ത്രീയാണ്, ഉമ്മയാണത് സഹിക്കുന്നത്. രണ്ടാമത്തേത് പ്രസവിക്കുക എന്നത്. അത് പുരുഷനല്ല, സ്ത്രീയാണ്. മൂന്നാമത്തേത് മുലയൂട്ടുക എന്നത്. ഈ 3 കാര്യങ്ങൾ പിതാവിന് സാധിക്കാത്ത കാര്യമാണ്. ഈ 3 പ്രയാസം ഉമ്മയാണ് സഹിച്ചത്. അതാണ് ഉമ്മയുടെ കാര്യം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയാൻ കാരണമെന്ന് പല പണ്ഡിതന്മാരും ആ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഇവിടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നു. ഹമലത്ഹു ഉമ്മു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. കുർഹൻ, പ്രയാസം സഹിച്ചാണ് ചുമന്നത്. വവദഅത്ഹു കുർഹൻ, പ്രയാസം സഹിച്ച് തന്നെയാണ് പ്രസവിച്ചതും. പ്രസവത്തിന്റെയും ഗർഭത്തിന്റെയും വലിയ പ്രയാസം ഉമ്മ സഹിച്ചിരിക്കുന്നു. മാത്രമോ ഈ കാലം പ്രസവവും അതിനുശേഷമുള്ള മുലയൂട്ടലുമൊന്നും 1-2 ദിവസമല്ല, 1-2 ആഴ്ചയല്ല, മറിച്ച് വഹംലുഹു, അവന്റെ ഗർഭധാരണവും ഗർഭം ചുമക്കുന്ന കാലവും വഫിസാലുഹു, മുലയൂട്ടൽ കാലവും രണ്ടും കൂട്ടിയാൽ 30 ശഹ്റ, അത് 30 മാസമുണ്ട്. ഈ ആയത്തും അതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ മക്കളെ 2 വർഷമാണ് മുലയൂട്ടുക. 2 വർഷമാണ് പൂർണ്ണമായ മുലയൂട്ടൽ കാലം. അതിനു മുൻപോ അതിനുശേഷമോ ഉമ്മയുടെയും ഉപ്പയുടെയും പരസ്പരമുള്ള തീരുമാനത്തിന്റെ ചർച്ചയുടെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങോട്ടോ ആയി പോകുന്നതിനോട് കുഴപ്പമില്ല. നേരത്തെ നിർത്തുന്നതിൽ തെറ്റില്ല. അധികം ഒരൽപ്പമായി പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ 2 വർഷം എന്ന് പറഞ്ഞ ആയത്തും ഇവിടെ ഗർഭവും മുലയൂട്ടൽ കാലവും 30 മാസം എന്ന് പറഞ്ഞ ആയത്തും രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഖല്ലുൽ ഹംൽ, അഥവാ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം അത് 6 മാസമാണ് എന്നത്. കാരണം 30 മാസത്തിൽ നിന്ന് 2 വർഷം അഥവാ 24 മാസം കുറച്ചാൽ, അതാ 2 വർഷമാണ് മുലയൂട്ടൽ കാലം, അത് കുറച്ചാൽ പിന്നെ 6 മാസമാണ് കിട്ടുക. അതാണ് അഖല്ലുൽ ഹംൽ അഥവാ ഏറ്റവും കുറഞ്ഞ ഗർഭകാലം. കാരണം ഏറ്റവും കുറഞ്ഞ ഗർഭകാലം ഇന്നതാണ് എന്ന് കിട്ടിയാൽ അതിന്റെ പിന്നാലെ ധാരാളം അഹ്കാമുകൾ വരാനുണ്ട്. കാരണം ചിലപ്പോൾ വിവാഹിതരായ ദമ്പതികൾക്ക്, വിവാഹിതയായ ഒരു സ്ത്രീ ചിലപ്പോൾ 10 മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ചേക്കും, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ ഉടനെ പ്രസവിച്ചേക്കും. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ഐഫത്തിൽ, അവരുടെ വിശുദ്ധിയിൽ അത് സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് അഹ്കാമുകൾ അതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. സഹാബത്തിന്റെ കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയും അവർ അതിൽ വിധി തീർപ്പ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തത് ചരിത്രത്തിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം 6 മാസമാണ്. അത് ഇന്ന് ആ വിജ്ഞാന ശാഖ പഠിച്ചിട്ടുള്ള, ആ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യവുമാണ്. അതായത് 6 മാസം വയറ്റിൽ ഉണ്ടായ ഒരു കുഞ്ഞ്
6 മാസമെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ജീവിക്കാൻ സാധ്യതയുള്ളൂ. ജീവിക്കാനുള്ള ഒരു സാധ്യത 6 മാസമെങ്കിലും ആയാൽ മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് ജനിച്ചാൽ ഒരിക്കലും അത് നിലനിൽക്കുകയില്ല. അത് മനുഷ്യന്റെ വളർച്ചയിലേക്ക് പൂർണ്ണ വളർച്ച ജനിച്ചതിന് ശേഷം പ്രാപിക്കുകയില്ല, മരിച്ചുപോകും. അതേസമയം 6 മാസമായോ എങ്കിൽ അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അത് ജീവിക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ വളർച്ച അത് പ്രാപിക്കുകയും എന്നിട്ട് ജീവിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നു. ആധുനിക ശാസ്ത്രം അത് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കാതിരിക്കട്ടെ, നമ്മളത് ഹഖാണ്, ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, അല്ലാഹു പറയുന്നു ഹത്താ ഇദാ ബലഗ അശുദ്ധ, എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കുഞ്ഞായി ജനിച്ച മനുഷ്യൻ അവന്റെ ശക്തി അവനെത്തിയാൽ, വബലഗ അതുപോലെ അവൻ എത്തുകയും ചെയ്താൽ 40 സന 40 വയസ്സവനാവുകയും ചെയ്താൽ, ഒരാൾ 40 വയസ്സുവരെ ജീവിക്കുക, ആ 40 വയസ്സിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അത് കമാലുൽ ഇദ്റാഖിന്റെ പ്രായമാണ്. ഒരാളുടെ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ പോന്ന പക്വതയുടെയും പാകതയുടെയും പ്രായമാണ് 40 എന്ന് പറയുന്നത്. യൗവനത്തിന്റെ അതിന്റെ അറ്റം 40ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ താഴോട്ടാണ് അവൻ പോവുക. 40 വരെ അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പിന്നെ താഴേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിലെ ആളുകളുടെ ആയുസ് അഥവാ ശരാശരി ആയുസ് മാ ബൈന 60 വ 70, 60നും 70നും ഇടയിലാണ്. അത് വിട്ടുകടക്കുന്ന ആളുകൾ കുറവാണ്. 40 വയസ്സ് ഒരാൾക്ക് എത്തിയാൽ, അങ്ങനെയുള്ള മുസ്ലിമായ ഒരാൾ 40 വയസ്സുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നല്ല നിലക്ക് ജീവിച്ച ഒരാൾ അങ്ങനെ എത്തിയാൽ മുസ്ലിമായ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ദുആ ചെയ്യും, റബ്ബി, എന്റെ റബ്ബേ, ഔസിഅനി, അള്ളാഹുവെ നീ എന്നെ പിടിച്ചു നിർത്തണമേ. യഥാർത്ഥത്തിൽ ഔസ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രേരണ നൽകുക, അതുപോലെ തൗഫീഖ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതിൽ പിടിച്ചു നിർത്തുക ഒരു കാര്യത്തിൽ. ഏത് കാര്യത്തിനാണ്? അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, അല്ലാഹുവേ നീ എനിക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അതിന് ശുക്ർ കാണിക്കാൻ എനിക്ക് തൗഫീഖ് ചെയ്യണമേ, നീ എന്നെ അതിൽ പിടിച്ചു നിർത്തണമേ. എനിക്ക് മാത്രമല്ല വഅല വാലിദൈ, എന്റെ മാതാപിതാക്കൾക്കും. കാരണം മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം മക്കൾക്ക് കൂടി ലഭിക്കുന്ന അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ദീനിയായ അനുഗ്രഹം. അനുഗ്രഹം എന്നാൽ അള്ളാഹുവിന്റെ നിഅമത്ത് എന്നാൽ അത് വെറും ദുനിയാവിലെ നിഅമത്തുകളാണെന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ നിഅമത്ത് ഒരാൾക്ക് അള്ളാഹു ദീൻ നൽകുക എന്നതാണ്. അള്ളാഹു അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് തൗഫീഖ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് മാതാപിതാക്കൾക്ക് ലഭിച്ചാൽ, പ്രത്യേകിച്ച് ഇൽമിന്റെയും അമലിന്റെയും നിഅമത്ത് അവർക്ക് ലഭിച്ചാൽ, അവർ യഥാർത്ഥ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അതിന്റെ നന്മ മക്കൾക്ക് പൊതുവെ ലഭിക്കുക തന്നെ ചെയ്യും, പൊതുവെ അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നൽകിയ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ റബ്ബേ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ, നീ എന്നെ അതിൽ പിടിച്ചു നിർത്തണമേ. മാത്രമോ വഅൻ അഅമല സാലിഹൻ, ഞാൻ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും, തർദാഹു റബ്ബേ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ, നീ എന്നെ അതിൽ പിടിച്ചു നിർത്തണമേ. വഅസ്ലിഹ് ലീ, അല്ലാഹുവേ നീ എനിക്ക് നന്നാക്കി തരണമേ, ഫീ ദുർരിയതി, എന്റെ മക്കളെയും അവരെ നീ നല്ല സലാഹിന്റെ നന്മയുടെ ആളുകളാക്കണമേ. ഇവിടെ നോക്കൂ, വാസ്ലഹ് ദുർരിയതി അല്ലെങ്കിൽ വാസ്ലഹ് ഫീ ദുർരിയതി എന്നല്ല പറഞ്ഞത്, വാസ്ലഹ് ലീ ഫീ ദുർരിയതി, അല്ലാഹുവേ നീ എനിക്ക് നന്നാക്കി തരണമേ എന്റെ മക്കളെ എന്നാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മക്കളുടെ നന്മ, അതിന്റെ സൽഫലം മാതാപിതാക്കൾക്ക് ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ സന്താനത്തിന്റെ മുഴുവൻ അമലുകളുടെയും പ്രതിഫലം അയാളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കും. ലിഅന്ന വലദഹു മിൻ കസ്ബിഹി, കാരണം അവന്റെ സന്താനം അവന്റെ കസ്ബിൽ, അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇന്നി തുബ്തു ഇലൈക്, ഈ 40 വയസ്സായ മുസ്ലിം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നി തുബ്തു ഇലൈക്, റബ്ബേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു, ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, അല്ലാഹു ഞാൻ മുസ്ലിമീങ്ങളിൽ നിനക്ക് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാകുന്നു.
40 വയസ്സായാൽ തൗബ പുതുക്കണം എന്നതിലേക്കുള്ള സൂചന ഈ ആയത്തിലുണ്ട് എന്നാണ്. ഈ ആയത്ത് നമ്മൾ അവസാനത്തെ ദർസിൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മറിച്ച് അതിന്റെ ഒരു ചുരുങ്ങിയ അർത്ഥം ശേഷമുള്ള ആയത്തും ഇതുമായി ബന്ധമുള്ളതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു പറയുന്നു അടുത്ത ആയത്തിൽ, ഉലൈക الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. ഉലൈക الذين, അക്കൂട്ടർ, അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെ ജീവിച്ച ആളുകളാണ്. നതഖബ്ബലു അൻഹും, അവരിൽ നിന്നാണ് നാം സ്വീകരിക്കുക. അഹ്സന മാ അമിലു, അവർ ചെയ്തതിൽ ഏറ്റവും നല്ല അമലേതോ അത് നാം അവരിൽ നിന്നാണ് സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഖലീലായ വളരെ കുറച്ച് നന്മകൾക്ക് കസീറായ വലിയ പ്രതിഫലം നൽകുന്നവനാണ്. ഉലൈക الذين نتقبل عنهم أحسن ما عملوا ونتجاوز, അതുപോലെ നാം വിട്ടുകൊടുക്കുന്നതാണ്. തജാവസ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. മയ്യിത്ത് നിസ്കാരത്തിലെ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ്, അല്ലാഹുവേ ഇൻ കാന മുഹ്സിനൻ ഫസിദ് ഫി ഇഹ്സാനിഹി, അല്ലാഹുവേ ഇദ്ദേഹം നന്മ ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ നീ അദ്ദേഹത്തിന്റെ നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. വഇൻ കാന മുസീഅൻ, അല്ലാഹുവേ ഇദ്ദേഹം തെറ്റുകൾ ചെയ്ത ആളാണെങ്കിൽ ഫതജാവസ് അൻ സയ്യിആതിഹി, അല്ലാഹുവേ ആ തെറ്റുകൾ നീ വിട്ടുകൊടുക്കണമേ. തജാവസ വിട്ടുകടക്കുക എന്ന് പറയും, വിട്ടുകൊടുക്കുക. നതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ തിന്മകളാണ് നാം വിട്ടുകൊടുക്കുക. ഫി അസ്ഹാബിൽ ജന്ന, അവർ ആരുടെ കൂട്ടത്തിലായിരിക്കും? സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലായിരിക്കും. വഅദ സിദ്ഖ്, സത്യവാഗ്ദാനമാണത്. അല്ലാഹുവിന്റെ സിദ്ഖായ ശരിയായ വാഗ്ദാനമാണത്. അല്ലദീ കാനൂ യുഅദൂൻ, അവർ ഏത് വാഗ്ദാനമാണോ അവർക്ക് നൽകപ്പെട്ടത് ആ വാഗ്ദാനമാണ് അത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഇബാദത്ത് ചെയ്ത മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത ആളുകൾ, കാരണം ആ നന്മയിൽ വളരെ വലിയ നന്മയാണ് അവർക്ക് വേണ്ടിയുള്ള ദുആ. ഇവിടെ ആ ദുആയിൽ അവരെ ഉൾപ്പെടുത്തിയത് കാണാം. അല്ലാഹു എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ. അതുപോലെ മക്കൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യുന്നു. അതുപോലെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തവർ മടങ്ങുന്നു. അല്ലാഹു പറയുന്നു അവരുടെ സൽക്കർമ്മങ്ങളാണ് നാം സ്വീകരിക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ്, അവനെക്കുറിച്ചുള്ള ഹുസ്നു ദന്നാണ് നന്മകൾ അവൻ സ്വീകരിക്കുമെന്ന ചിന്ത. അത് നമുക്കുണ്ടായിരിക്കണം. നന്മകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന ചിന്ത അല്ലാഹുവിനെ കുറിച്ചുള്ള ഹുസ്നു ദന്നാണ്. അല്ലാഹുവിനെ കുറിച്ച് ഹുസ്നു ദൻ, നല്ലത് വിചാരിക്കുക എന്നത് നിർബന്ധമാണ്. അത് ഈമാനിന്റെ അവിഭാജ്യമായ ഈമാൻ ഉണ്ടോ ഒരാൾ അല്ലാഹുവിനെ കുറിച്ച് മുഹ്സിനു ദന്നായിരിക്കും, നല്ല വിചാരം ഉള്ളവനായിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. പരിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു പറഞ്ഞു, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ, തങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നവർ, തങ്ങളുടെ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവർ, അല്ലാഹു നൽകിയതിൽ ചെലവഴിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അതോടൊപ്പം വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരവരുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹുമുൽ ലദീന യസ്രിഖൂൻ, ഓ നബിയെ, അവർ മോഷ്ടിക്കുന്നവരാണോ? അവരങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, വലാകിന്നഹുമുൽ ലദീന യസൂമൂൻ വയതസദ്ദഖൂൻ, മറിച്ച് അവർ സദഖ കൊടുക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ഭയപ്പെടുന്നു അല്ലാ യുഖ്ബല മിൻഹു, അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്നവർ ഭയപ്പെടുന്നു. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ അതിൽ മത്സരിച്ച് മുന്നേറുന്നവരാണ്. ഇവിടെ ഈ ഭയം എന്താണ്? അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഭയം എന്ന് പറഞ്ഞാൽ തന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടോ എന്ന ഭയമാണ്. അല്ലാഹു കൽപ്പിച്ച രൂപത്തിൽ അല്ലാതെ ആയിപ്പോയോ എൻ്റെ അമൽ,
എന്റെ അമൽ എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ അതിന്റെ ഇഖ്ലാസിൽ, അതുപോലെ അത് ചെയ്യുമ്പോഴുള്ള നീയത്തിലും ശ്രദ്ധയിലുമൊക്കെ എനിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന പേടിയാണ്. അതല്ലാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനു വേണ്ടി പ്രവർത്തിച്ച, അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി പ്രവർത്തിച്ച പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അള്ളാഹു മുഅ്മിനുകളുടെ അവനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ പാഴാക്കുന്നവനല്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കാണാം, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ, ആരാണോ അങ്ങനെ ചെയ്തത്, അള്ളാഹു ഒരിക്കലും മുഹ്സിനുകളുടെ നന്മ പ്രവർത്തിച്ചവരുടെ പ്രവർത്തനം അള്ളാഹു പാഴാക്കി കളയുകയില്ല. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ആയത്തുൽ ജാമിഅ, അത് ആശയസമ്പുഷ്ടമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആയത്താണ് എന്ന്. അള്ളാഹു അവനു വേണ്ടി ചെയ്ത അമൽ അത് സ്വീകരിക്കും. നന്മകൾ സ്വീകരിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു ഇത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും പാളിച്ച പറ്റിയതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ, അത് സ്വന്തം നഫ്സിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമല്ല. സ്വന്തം നഫ്സിനെ കുറിച്ച് നമ്മൾ മോശമാണ് വിചാരിക്കേണ്ടത്, അവനവന്റെ നഫ്സിനെ കുറിച്ച്. അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നതാണ്. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സ്വീകരിക്കും എന്നത് അവന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നന്മ ചെയ്തവരുടെ നന്മ പാഴായി പോവുകയില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നു ളന്നാണ്. അള്ളാഹു പറയുന്നു, ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ലത് നാം സ്വീകരിക്കും. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ലതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകും. എന്നാൽ നന്മകളിൽ വളരെ നിസാരമായതിനു വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയത്തിനനുസരിച്ച് അതിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. തിന്മകളുടെ കാര്യമോ അള്ളാഹു പറയുന്നു, വനതജാവസ്, നാം വിട്ടുകൊടുക്കും അൻ സയ്യിആതിഹിം, അവരുടെ സയ്യിഅത്തുകൾ, അവരുടെ തെറ്റുകൾ. അപ്പോൾ നോക്കൂ, ഈമാനുള്ള സാലിഹായ അമലുകൾ ചെയ്ത, അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കും. സൂറത്തു അന്നജ്മിൽ അള്ളാഹു പറഞ്ഞു, സൂറത്തു അന്നിസാഇൽ അള്ളാഹു പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങളോട് വിലക്കപ്പെടുന്ന വൻ പാപങ്ങൾ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള തെറ്റുകൾ നാം നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് നാം ഏറ്റവും സൂക്ഷിക്കേണ്ടത് വൻ പാപങ്ങളെയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, അയ്യു ദംബി അദം, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ തെറ്റേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അള്ളാഹുവാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ നീ അവന് സമന്മാരെ ഉണ്ടാക്കലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ദുആ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം പടപ്പുകൾക്ക് ആർക്കെങ്കിലും, അതൊരു നബിക്കോ ഒരു വലിയനോ ഒരു കല്ലിനോ മരത്തിനോ ആർക്കെങ്കിലും കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനേക്കാൾ വലിയ തെറ്റില്ല. അതാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മ. അതാണ് നരകത്തിൽ ശാശ്വതരാകാൻ കാരണമാകുന്ന തിന്മ. വൽഇയാദു ബില്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക്. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് പേടിച്ച് നീ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുക എന്നതാണ്. അഥവാ കുട്ടിയുള്ളത് കൊണ്ട് റിസ്കിന് പ്രയാസമുണ്ടാകും എന്ന നിലക്ക് നീ നിന്റെ സന്താനത്തെ കൊന്നുകളയുക. നമുക്ക് കൊലപാതകം അത് വലിയ തെറ്റാണ്. അത് ഏറ്റവും കടുത്തതാവും അവനവന്റെ മക്കളെയാണ് കൊല്ലുന്നത് എങ്കിൽ. പിന്നെ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക്. നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക എന്നതാണ്. വ്യഭിചാരം എന്നത് ഏറ്റവും മോശമായ തിന്മകളിൽ ഒന്നാണ്. ആളുകൾ ലജ്ജിച്ച് ഒരുപാട് കുടുംബങ്ങൾ തലതാഴ്ത്തേണ്ടി വരുന്ന, ജനങ്ങളുടെ കുടുംബ പരമ്പര നശിച്ചു പോകുന്ന, സമൂഹത്തെ ഒന്നാകെ ശിഥിലമാക്കുന്ന, സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ വഴിയില്ലാത്ത, അങ്ങനെയുള്ള, ഇത് പറഞ്ഞാൽ സംഭവിച്ചതാ. അത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഒരാൾ മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും. പക്ഷേ ദുനിയാവിൽ അതുകൊണ്ടുണ്ടാകുന്ന മോശമായ ഫലങ്ങൾ അതവിടെ ബാക്കിയാണ്. അങ്ങനെയുള്ള തിന്മയാണത്.
കൊലപാതകം അങ്ങനെ തന്നെയാണ്. ഷിർക്ക് അങ്ങനെ തന്നെയാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിൽ ഒന്നാകെ ഫസാദ് വരുത്തി വെക്കുന്ന തിന്മയാണ്. അള്ളാഹുൽ പങ്കുചേർക്കുക എന്നത് ആകാശങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത, ഭൂമിക്ക് സഹിക്കാൻ സാധിക്കാത്ത, പർവ്വതങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത അത്രയും കടുത്ത തിന്മയാണ്. അപ്പോൾ നോക്കൂ, വ്യഭിചാരം, അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക എന്നത് അത് കഴിഞ്ഞാൽ വലിയ തിന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ്യഭിചാരം അത് കടുത്ത തിന്മയാണ്. പക്ഷേ അതിന്റെ ആളുകൾ മാറുന്നതിനനുസരിച്ച് അയൽവാസിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അയൽവാസിയോട് ഒരാൾക്ക് വലിയ ബാധ്യതയുണ്ട്. മാത്രമല്ല പൊതുവെ അയൽവാസിയെ വിശ്വസിക്കും. ഇവന്റെ പല രഹസ്യങ്ങളും അവൻ അറിയുണ്ടാകും. അവന്റെ ബലത്തിൽ ചിലപ്പോൾ ഇവൻ വേറെ നാട് വിട്ടു പോയിട്ടുണ്ടാവും, അവൾക്ക് അവിടെ ഉണ്ടല്ലോ എന്ന നിലക്ക്. അവനോടുള്ള വഞ്ചനയാണ്. എന്ന് മാത്രമല്ല ഹദീസിൽ അൻ തുസാനിയ എന്നാണ് വന്നിട്ടുള്ളത്, അൻ തസ്നിയ എന്നല്ല. തസ്നിയ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക എന്നാണ്. പക്ഷെ തുസാനിയ എന്ന് പറഞ്ഞാൽ അവളുടെയും സമ്മതത്തോടെ ആണ് എന്നതാണ് അവിടെ വരിക. കാരണം അത് ഒരുവന്റെ കുടുംബത്തെ നശിപ്പിക്കലാണ്. അത് ഏതെങ്കിലും ഒരാളോട് മാത്രം ചെയ്യുന്ന തിന്മയല്ല, മറിച്ച് അവരുടെ ബന്ധുക്കളോട്, അങ്ങനെയുള്ള ആളുകളോട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് അയാളുടെ ഭാര്യയും പെൺമക്കളും ഒക്കെ തീപിടുത്തത്തിൽ വെന്തു മരിച്ചു എന്ന് കേൾക്കുന്നതിനേക്കാളും അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അവർ ഒരു ഫാഹിഷത്തിൽ, ഒരു അനാശ്വാസ ബന്ധത്തിൽ അവർ പെട്ടു എന്ന് കേൾക്കുന്നത്. വലയ്യാദു ബില്ലാഹ്, അള്ളാഹു നമ്മയും എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവിധ ഫാഹിഷത്തുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ വൻ പാപങ്ങളെ നാം ഏറ്റവും സൂക്ഷിക്കണം. വൻ പാപങ്ങളെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അതിലേക്കുള്ള സബീലുകൾ, അതിലേക്കുള്ള പല വഴികളുമുണ്ട്. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഹറാമാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ അതിമഹത്തരമായ നന്മയാണ് വലിയ തിന്മകളിലേക്ക് എത്തിക്കും എന്നതുകൊണ്ട് ചെറിയ ചെറിയ പല തിന്മകളെയും അള്ളാഹു ഇറക്കിയതും കാണാം. ഉദാഹരണത്തിന് കൊലപാതകമാണ് ജനങ്ങൾ തമ്മിലുള്ള കോപവും വിദ്വേഷവും കൊണ്ട് ഒടുവിലെത്തുക കൊലപാതകത്തിനാണ്. അതുകൊണ്ട് നോക്കൂ, ആളുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഇസ്ലാമിൽ വിലക്കപ്പെട്ടത് കാണാം. മൂന്നാളിരിക്കുമ്പോൾ രണ്ടാൾ സ്വകാര്യം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെ സഹോദരൻ കച്ചവടം ഉറപ്പിച്ചതിന്റെ മുകളിൽ പോയി കച്ചവടം ചെയ്യരുത്, അവൻ വിവാഹം ഉറപ്പിച്ചതിന്റെ മുകളിൽ പോയി വിവാഹം ഉറപ്പിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങൾ വിദ്വേഷം ഇല്ലാതാക്കുന്ന കാര്യമാണ്. കാരണം വിദ്വേഷം അത് കടുത്താൽ കൊലപാതകത്തിൽ കാണുക. അതുപോലെ ഒരു മനുഷ്യന്റെ ശഹ്വത്ത്, ഒരുവന്റെ ലൈംഗിക വികാരം അത് പരിധി വിട്ടുപോയാൽ അത് ഒടുവിലെത്തുക വ്യഭിചാരം പോലെ അല്ലെങ്കിൽ സ്വവർഗരതി പോലെയുള്ള വൃത്തികെട്ട അങ്ങേയറ്റത്തെ ഫാഹിഷത്തുകളിലേക്കാണ്. അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന വഴികൾ ഇസ്ലാം പരിപൂർണമായി അടച്ചത് കാണാം. കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞു. സ്ത്രീകളോട് അവർ വീട്ടിനകത്ത് കഴിയാൻ, അടങ്ങിക്കഴിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞു. അതുപോലെ മഹ്റമില്ലാതെ ഒരു സ്ത്രീ മഹ്റമില്ലാതെ വിവാഹബന്ധം ഹറാമായ ബന്ധുവായ പുരുഷനോ ഭർത്താവോ ഇല്ലാതെ ദൂരയാത്ര പോകരുത് എന്ന് പറഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുത് എന്ന് പഠിപ്പിച്ചു. സ്ത്രീകളുമായി ഒരു പുരുഷൻ അന്യനായ ഒരു പെണ്ണുമായി ഒറ്റക്കാവരുത്, അവനുകളും മാത്രം അങ്ങനെ ഇരിക്കരുത്, മൂന്നാമതായി പിശാചുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേഗത്തിൽ വിവാഹം കഴിക്കുക എന്നത് പ്രോത്സാഹിപ്പിച്ചു. വിവാഹം വളരെ എളുപ്പമാക്കി. അതുപോലെ ഒരു പുരുഷന് അവന് ആവശ്യമുണ്ടെങ്കിൽ ഒന്നിലധികം വിവാഹം, 4 വരെ വിവാഹം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി. ഇതെല്ലാം ഹറാമായ വ്യഭിചാരത്തെ തടുക്കുക എന്ന മഹത്തരമായ ശ്രേഷ്ഠമായ ലക്ഷ്യം ഈ നിയമങ്ങൾക്ക് പിന്നിലുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇനി ഷിർക്കിലേക്കെത്തുന്ന വഴികൾ, വാക്കുകൊണ്ടുപോലും ഷിർക്കിലേക്കെത്തുന്ന വഴികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു കളഞ്ഞിരിക്കുന്നു. ഖബറുകൾ കെട്ടിപ്പൊക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ സമയത്ത് പോലും കർശനമായി വിലക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അത് ഷിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്. നാളെ അത് ആരാധിക്കപ്പെടും. അതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, ജീവനുള്ളവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, അത് നാളെ ആരാധിക്കപ്പെടും, അതിന് സാധ്യതയുണ്ട്. അതുപോലെ വാക്കുകൾ, ഷിർക്കിലേക്ക് എത്തുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാഷാ അല്ലാഹു ശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് സമനാക്കിയോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ ബൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ. ഇങ്ങനെ ഷിർക്കിലേക്ക് എത്തുന്ന വഴികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ തിന്മകളെ നാം നന്നായി സൂക്ഷിക്കുക. വലിയ തിന്മകൾ, കബായിറു ദുനൂബ്,
അതിനെ നാം നന്നായി സൂക്ഷിക്കുക. അതോടൊപ്പം ചെറിയ തിന്മകളെയും. കാരണം ചെറുത് വലുതയിലേക്കുള്ള വഴിയാണ്. ചെറുതിനെ നാം നിസ്സാരമാക്കിയാൽ അത് വലുതിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു പറയുന്നു, ഇങ്ങനെയുള്ള ആളുകളുടെ നന്മകൾ നാം സ്വീകരിക്കും, അവരുടെ തിന്മകൾ നാം വിട്ടുകൊടുക്കും. ഫീ അസ്ഹാബിൽ ജന്ന, അവർ ആരുടെ കൂടെ ആയിരിക്കും? സ്വർഗക്കാരുടെ കൂട്ടത്തിൽ, സ്വർഗത്തിന്റെ അസ്ഹാബിലാണ് അവരുണ്ടാവുക. അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ ദാറാൻ, അവന്റെ കാരുണ്യത്തിന്റെ ഭവനമാണ് സ്വർഗം. അവിടെ ഉള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത സുഖങ്ങളും സൗകര്യങ്ങളുമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ളത്. നസ്അലുല്ലാഹൽ ജന്ന വനഊദു ബിഹി മിനൻ നാർ. അള്ളാഹു പറയുന്നു, വഅദ അസ്ദിഖില്ലദീ കാനൂ യുഅദൂൻ, ഇത് സത്യവാഗ്ദാനമാണ്. അല്ലദീ കാനൂ യുഅദൂൻ, അതായത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സത്യവാഗ്ദാനമാണിത്. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന വാഗ്ദാനം അള്ളാഹു അവന്റെ നബിമാർക്ക് നൽകിയ മുഴുവൻ കിതാബുകളിലൂടെയും നൽകിയ വാഗ്ദാനമാണ്. അത് സത്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, ആരുണ്ട് അള്ളാഹുവിനേക്കാളും സത്യം പറയുന്നവൻ? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, ആരാണ് അള്ളാഹുവിനേക്കാളും ഏറ്റവും സത്യസന്ധമായ വിവരം പറഞ്ഞു തരുന്നവൻ? ആ റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആ വാഗ്ദാനത്തിൽ നാം ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലും അവന്റെ താക്കീതിലും നാം ഉറച്ചു വിശ്വസിക്കണം. നോക്കൂ, അള്ളാഹുവിന്റെ കിതാബുകളിലുള്ളത് ഒന്നുകിൽ അവന്റെ വഅദാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഈദാണ്. വഅദ് എന്നാൽ വാഗ്ദാനം, വഈദ് എന്നാൽ താക്കീത്. വഅദും വഈദുമാണ് അള്ളാഹുവിന്റെ കിതാബിലുള്ളത്. വഅദ് എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്കിതാ ഇന്നത് അള്ളാഹു നൽകും. വഈദ് എന്നാൽ അള്ളാഹുവിന്റെ താക്കീത്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് ഇന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. ഇത് രണ്ടും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ വഅദും വഈദും നാം ഒരുപോലെ ഓർക്കണം. ഏതെങ്കിലും ഒന്നിൽ മാത്രം കടിച്ചു തൂങ്ങിയാൽ അടുത്ത വശത്ത് പഠിച്ചു പോകും. വഅദുകളിൽ മാത്രം കടിച്ചു തൂങ്ങിയ ആളുകളുണ്ട്. അഥവാ അള്ളാഹുവിന്റെ വാഗ്ദാനം, അവന്റെ റഹ്മത്തിനെ കുറിച്ച് മാത്രമേ അവർ പറയുകയുള്ളൂ, ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥ വരും. റഹ്മത്തിൽ അവൻ ഗുറൂറിലായി പോകും, അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ വഞ്ചനയിലായി പോകും. അവന് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണോ ഉള്ളത്? അല്ല. ചില ആൾ പറയും അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. അല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ് എന്ന് മാത്രമല്ല, എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വന്ന് നന്നാക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാനുള്ള വഴി എന്താണ്? ഇഹ്സാനുൽ അമൽ, പ്രവർത്തനം നന്നാക്കുക എന്നതാണ്. തന്റെ ജീവിതം പ്രവർത്തനം നന്നാക്കിയാൽ ഉറപ്പാണ് ഒരുവന് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാകും. ഇസാഅത്തുൽ അമലാണോ? നിന്റെ പ്രവർത്തനം മോശമാണോ? വാക്കുകൾ മോശമാണോ? നിന്റെ നോട്ടം ഹറാമിലേക്കാണോ? നീ കേൾക്കുന്നത് ഹറാമാണോ? അള്ളാഹുവിനെ കുറിച്ച് നീ നല്ലത് വിചാരിച്ചിട്ടില്ല, അത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇഹ്സാൻ ഉപറിനുള്ള വഴി എന്താണ്? ഇഹ്സാനുൽ അമൽ. അതുപോലെ വഈദുകളിൽ മാത്രം കടിച്ചു തൂങ്ങുന്ന ആളുകൾ, ഒരുവൻ അള്ളാഹുവിന്റെ താക്കീതുകളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും മാത്രമേ ഒരുവൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ അത് പരിധി വിട്ടുപോയാൽ എന്താണ് സംഭവിക്കുക? ഒരുവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെട്ടേക്കും. അള്ളാഹു ഒരിക്കലും എനിക്ക് പുറത്തു തരികയില്ല, അതുപോലെ ഞാൻ ഇനി നന്നായിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് ഒരുവൻ എത്തിപ്പോകും. അത് പാടില്ല. മറിച്ച് വഅദും വഈദും ഒരുപോലെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് നാം. നോക്കൂ, അടുത്ത ആയത്ത് അള്ളാഹു പറയുന്നു, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ, എന്നാൽ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളോട് നന്മ ചെയ്ത മുഅ്മിനിന് എതിരായി മാതാപിതാക്കളോട് തിന്മ ചെയ്യുന്ന കാഫിറായ ഒരുവനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വല്ലദീ ഖാല, ഏതൊരുവനാണോ പറഞ്ഞത്, ലിവാലിദൈഹി, തന്റെ മാതാപിതാക്കളോട്, ഉഫ്ഫിൻ ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉഫ്, ഇതാണ് അള്ളാഹു പറയരുത് എന്ന് പറഞ്ഞ വാക്കിയതല്ലേ സൂറത്തുൽ ഇസ്രായിൽ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ഉഫ് എന്ന് വരെ പറയരുത്, അഥവാ ഛേ എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ സമാനമായ ഒരു പ്രയോഗമാണ് എന്ന് നിങ്ങൾ പറയരുതെന്ന് അള്ളാഹു കൽപ്പിച്ചു. എന്നാൽ ഒരുവൻ ഇതാ അങ്ങനെ പറയുന്നു തന്റെ മാതാപിതാക്കളോട്, അത്തഇദാനിനി, നിങ്ങൾ എനിക്ക് വാഗ്ദാനം നൽകുകയാണോ, അൻ ഉഖ്റജ്,
ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മരിച്ചതിന് ശേഷം. വഖദ് ഖാലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, വഖദ് ഖലത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്, അൽ ഖുറൂൻ ധാരാളം തലമുറകൾ, മിൻ ഖബ്ലി എനിക്ക് മുൻപ്. വഹുമ എന്നാൽ ഈ മാതാപിതാക്കൾ എന്തു ചെയ്യുന്നു? അവർ രണ്ടുപേരും യസ്തഗീസാനില്ലാഹ് അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്നു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൽ അകപ്പെട്ടവന്റെ സഹായത്തേട്ടത്തിനാണ് എന്തു പറയുക? ഇസ്തിഗാസ. വെറും സഹായം തേടുക എന്നതിന് ഇസ്തിആനത്ത് എന്ന് പറയും. ഇസ്തിആന സഹായം തേടുക. എന്നാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് പ്രയാസത്തിലകപ്പെട്ടവന്റെ സഹായത്തേട്ടമാണ്. അതുപോലെ ഗൈസിന് ചോദിക്കുക, മഴക്ക് ചോദിക്കുക, അതിന് ഇസ്തിഗാസ എന്ന് പറയും. പ്രയാസത്തിലകപ്പെട്ട മുങ്ങി മരിക്കുന്ന ഒരുത്തന്റെ സഹായത്തേട്ടം എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. അങ്ങനെ ഈ മാതാപിതാക്കൾ അള്ളാഹുവിനോട് സഹായം തേടിയിട്ട് മോനോട് പറയുന്നു വൈലഖ്. വൈലഖ് എന്ന് പറഞ്ഞാൽ ഒരുവന്റെ മോശം അവസ്ഥയിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കാണ്. സാധാരണ നാശം എന്നതിന് മലയാളത്തിൽ അർത്ഥം കൊടുക്കാറുണ്ട്, പക്ഷെ എപ്പോഴും അവിടെ അതിന് നാശം എന്ന അർത്ഥം യോജിക്കുകയില്ല. എന്തിനാണത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഒരാളുടെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് പറയുന്ന ഒരു വാക്കാണത് വൈലഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സഹാബിമാരുടെ മോശക്കാരന ആളോടല്ല, അല്ലാതെ വൈലഖ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നീ നശിച്ചോട്ടെ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം, മറിച്ച് ഒരാളുടെ പരിതാപകരമായ അവസ്ഥ അറിയിക്കാൻ, അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കും. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന പ്രസിദ്ധമായ കിതാബിൽ മര്യാദകൾ ആദാബ് പഠിപ്പിക്കുന്ന മഹത്തായ ഒരു കിതാബാണ്. അതിൽ ഈ വൈൽ എന്ന വാക്ക് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രയോഗിച്ച ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും അവിടെ എന്തല്ല അർത്ഥം? നാശം എന്നല്ല അർത്ഥം. ഈ മോശമായ അവസ്ഥയിൽ ഖേദം പ്രകടിപ്പിച്ചവർ പറയുന്നു, ആമീൻ, നീ വിശ്വസിക്ക്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ അതാ പറയുന്നു, മാ ഹാദാ, ഇതല്ല, ഇല്ല അസാതീർ, ഇത് ചില കെട്ടുകഥകളല്ലാതെ അല്ല, ഇത് കെട്ടുകഥകൾ മാത്രമാണ്. അൽ അവ്വലീൻ, കഴിഞ്ഞുപോയ ആളുകളുടെ കെട്ടുകഥകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇക്കാലത്ത്, ഈ ആധുനിക കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞതുപോലെയുള്ള മക്കളും ഈ പറഞ്ഞതുപോലെ അവരെ ഉപദേശിക്കുന്ന മാതാപിതാക്കളും കൂടി വരികയാണ്. മതനിഷേധത്തിൽ ഇസ്ലാമിനെ വലിച്ചെറിയുന്ന ചെറുപ്പക്കാർ അവർ കൂടി വരികയാണ്. കാരണം ആ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്, പുറത്ത് നടക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ ലോകമൊക്കെ ചുറ്റി വന്നിട്ട് പറയും, ഞാൻ ലോകം മുഴുവൻ ചുറ്റി വന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി മതങ്ങളിലൊന്നും യാതൊരു കാര്യമില്ല, എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ഒരുപോലെയാണ്. ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ കാണാം ചില ആളുകൾ പറയുന്നത്, എന്ത് ഇപ്പൊ ഈ പകർച്ചവ്യാധി വന്നപ്പോ പറഞ്ഞു, കണ്ടോ അതിന് എന്തെങ്കിലും മതമുണ്ടോ? നമ്മളാരെങ്കിലും പറഞ്ഞു അത് ഏതെങ്കിലും മതം നോക്കിയിട്ടാണ് പിടികൂടാൻ? അള്ളാഹു പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു രോഗം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം മുശ്രിക്കുകൾക്ക് മാത്രമുള്ളതാണെന്നോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമ്മളാരും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതിന്റെയൊക്കെ ആകത്തുക എന്താണ്? ഏത് ദീനിൽ നീ ജീവിച്ചാലും കുഴപ്പമില്ല എന്നതിലേക്ക് എല്ലാം വലിച്ചു കൊണ്ടുപോകുന്നു. ചില വിവരമില്ലാത്ത മുസ്ലിങ്ങളും ഇതുപോലത്തെ പ്രയോഗങ്ങൾ അവർ ഷെയർ ചെയ്യുന്നത് കാണാം. അവർ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് കാണാം. എന്താണ് നീ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപോലെയല്ല. വെളിച്ചവും ഇരുട്ടും ഒരുപോലെയാണോ? തണലും ചൂടും ഒരുപോലെയാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ചോദിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്ത് ഫാത്തിർ എടുത്തു നോക്കൂ നിങ്ങൾ. അങ്ങനെ അള്ളാഹു ഒരുപോലെയല്ല എന്ന് പറഞ്ഞ ദൈവം പറയാണ് ഒരുപോലെയാണ്. പിന്നെ എന്തിനാണ് അള്ളാഹു അവന്റെ കിതാബുകൾ അവതരിപ്പിച്ചത്? അള്ളാഹു നബിമാരെ അയച്ചത് ഒരു വന്നാലും വന്നില്ലെങ്കിലും ഒരുപോലെയാണല്ലോ. അവരെന്തിനയക്കണം? എന്തിനവർ ജനങ്ങളോട് ദഅവത്ത് നടത്തിയിട്ട് കല്ലേറും കൂക്കുവിളിയും നാടുകടത്തലും കൊലപാതകത്തിനും ഒക്കെ വിധേയരാകണം? ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സഹോദരങ്ങളെ. പറഞ്ഞു വന്നത്, ഇതുപോലുള്ള നിഷേധ പ്രവണത ജനങ്ങളുടെ അങ്ങേയറ്റത്തെ വിവരക്കേടുകൊണ്ട് അവന് ദീനും തിരിഞ്ഞിട്ടില്ല, അവന് ദുനിയാവും മനസ്സിലായിട്ടില്ല. ദുനിയാവ് കുറെ പഠിച്ചിട്ടാണ് ഇതൊക്കെ ആകുന്നതെന്നാണ് വിചാരം. അല്ല, ഇവൻ ദുനിയാവിന്റെ പളപളപ്പുകൾ ബാഹിറം മിനൽ ഹയാത്തി ദുനിയ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ ഈ ദുനിയാവിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ,
ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കാൻ നിനക്ക് സാധ്യമല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ അങ്ങേയറ്റം വിവരം കെട്ട ഈ മതനിഷേധം ഇന്ന് പ്രചരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഇക്കാലത്ത് പ്രത്യേകം പ്രചരിക്കാൻ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ജനങ്ങൾക്ക് ഷഹവാത്തിനോടുള്ള ആഗ്രഹം, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, ഇതിനോടുള്ള ആഗ്രഹം. അത് വർദ്ധിച്ചാൽ ഒരു നിഷേധിയാവും. എന്താണ് കാരണം? കാരണം നിഷേധിയായാൽ, മതത്തെ നിഷേധിച്ചാൽ, ഇസ്ലാമിനെ നിഷേധിച്ചാൽ പിന്നെ അവന് ഹറാമുകൾ ചെയ്യാൻ യാതൊരു തടസ്സമില്ലല്ലോ, അവനെ പിടിച്ചു വെക്കാൻ യാതൊന്നുമില്ല. ഒരു സൗകര്യം ആവലാണ്, അവനുള്ള സൗകര്യം അതാവലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അശ്ശഹ്വത്തു സാബൂൻ ശുഭ, അശ്ശഹ്വത്തു സാബൂൻ ശുഭ. ഷഹ്വത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈംഗിക വികാരം, അതുപോലെ അവന്റെ മോഹങ്ങൾ, ഇത് സാബൂൻ ശുഭ. ശുഭത്ത് ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ, അള്ളാഹുവിന്റെ ദീനിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ആ ആശയക്കുഴപ്പങ്ങൾക്ക് കടന്നു വരാനുള്ള പഴുതാൻ, അതിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്ന സാബൂനാണ്, സോപ്പാണെന്ത് ഷഹ്വത്ത് എന്ന് പറയുന്നത്. മോഹങ്ങൾ അത് ഈ രൂപത്തിലേക്ക്, അതുകൊണ്ട് തന്നെ ഈ നിഷേധികളായ ആളുകൾ ബഹുഭൂരിപക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഇതുപോലുള്ള വൃത്തികേടുകൾ മുങ്ങിക്കുടിച്ചതായി കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലായി ഒന്നിൽ കടന്ന് അടുത്തേക്ക് കടന്ന് അതിന്റെ പുറത്തേക്ക് കടന്ന് ഒടുവിലാൻ നിഷേധിയായി പോകുന്നത് കാണാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിവരക്കേട്. ഒന്നും അവൻ അറിയില്ല, ഇസ്ലാമിന്റെ അടിത്തറയോ ഒന്നും അവൻ മനസ്സിലാക്കിയില്ല. ഈ ദീനിന്റെ നന്മ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ദീനില്ലായിരുന്നുവെങ്കിൽ അവൻ നാൽക്കാലികളെക്കാളും മോശക്കാരനാകുമായിരുന്നു. ഏത് മൂല്യം ആരാണ് അവന് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള മക്കൾ കൂടി വരുന്ന ഇക്കാലത്ത് സഹോദരങ്ങളെ, ഈ ആയത്ത് എത്ര പ്രസക്തമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ആളുകൾ എത്ര ഈ ദീനിൽ നിന്ന് പോയാലും, പോകേണ്ടവനാണ് പോയിട്ടുള്ളത്, അവനതിൽ ഉറച്ചു നിൽക്കുകയാണോ? നമ്മൾ ഒരിക്കലും അവൻ പോയതിൽ, അങ്ങനെയുള്ള ആളുകൾ ഈ ദീൻ വിട്ടു പോകുന്നതിൽ സന്തോഷിക്കുകയല്ല, മറിച്ച് അവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വിളിക്കാൻ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിന്റെ ഖദർ അതനുസരിച്ച് ഒരുവൻ മതനിഷേധിയായി അവൻ അതിലായി മരിച്ചാൽ ഈ ദീനിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ ദീൻ, ഈ വഹീന്റെ പ്രകാശം, ഹിദായത്തിന്റെ വെളിച്ചം അത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വെക്കുകയില്ല. അത് മാലിന്യത്തിന്റെ സ്ഥലത്ത്, വൃത്തികെട്ട സ്ഥലത്ത് അത് യോജിക്കുകയില്ല. ഏറ്റവും നല്ല സ്ഥലത്ത് അത് യോജിക്കുകയുള്ളൂ. അള്ളാഹു അവിടെയാണ് അത് വെക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ പോയാൽ അള്ളാഹു ഏറ്റവും നല്ല ആളുകൾ അതിന് പകരം കൊണ്ടുവരും. ഇസ്ലാമിലേക്ക് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ഒറ്റപ്പെടുത്തലും ഭീഷണികളും കൊലപാതകങ്ങളും വരെ അങ്ങനെയൊക്കെ സഹിച്ച് ഈ ദീനിൽ കടന്നു വന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കൺമുന്നിൽ എത്ര ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പരിചയമുള്ള എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടിട്ടാണ് അവരൊക്കെ വന്നത്? ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് വേറെന്ത് കാര്യമാണുള്ളത്? ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ എന്താണ് അവർക്കുള്ള പ്രചോദനം? അള്ളാഹുവിന്റെ വാഗ്ദാനമല്ലാതെ, സ്വർഗമുണ്ട് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമല്ലാതെ മറ്റെന്താണ്? الذي وعد رضيت بالله والإسلام دينا بمحمد صلى الله عليه وسلم. الله سبحانه وتعالى പറയുന്നു, والذي قال لوالديه أف لكما والذي قال لوالديه أف لكما. ഏതൊരുവനാണോ പറഞ്ഞത് ലിവാലിദൈഹി, തന്റെ മാതാപിതാക്കളോട്, ഉഫ്ഫിൽ ലക്കുമാ, ഛേ തഇദാനിനി, നിങ്ങൾ എനിക്ക് വാഗ്ദാനം നൽകുകയാണോ, അനൗഖറജ്, ഞാൻ വീണ്ടും മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇവൻ ബാസിനെ, അള്ളാഹു പരലോകത്ത് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിനെ നിഷേധിക്കുന്നവനാണ്. അവന്റെ മാതാപിതാക്കളാകട്ടെ അവന് ഈ ഉമ്മ ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും മുലയൂട്ടുകയും ഈ പിതാവോ ഉമ്മയും അവനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്ന വലിയ നന്മ ചെയ്തതിന്റെ കൂടെ അവനെ വിശ്വസിക്കാൻ കൂടി ക്ഷണിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, അവനെ
ദുനിയാവിൽ അവന് ഏറ്റവും വലിയ നന്മകൾ ചെയ്തു കൊടുത്തതിനു ശേഷം ദുനിയവിയായ നന്മകൾ ചെയ്തു കൊടുത്തതോടൊപ്പം ഏറ്റവും വലിയ നന്മയിലേക്ക് അവനെ ക്ഷണിക്കുകയാണ്. അത് വലിയ നന്മയാണ്, ഒരാളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുക എന്നത്. അലി ഇബ്നു അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരി നഅം, നിന്നെ കൊണ്ട് അല്ലാഹു ഒരുവനെ ഹിദായത്തിലാക്കുക എന്നതാണ് ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ചുവന്ന ഒട്ടകങ്ങൾ എന്നത് അറബികൾക്കിടയിൽ മുന്തിയ ഒരു ഇനമാണ്, വലിയ സമ്പത്താണത്. അതുപോലെ സഹോദരങ്ങളെ, ഇനി ഒരാൾ ഹിദായത്തിലായില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഏറ്റവും നല്ല വാക്ക്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനാണ്. അങ്ങനെ അള്ളാഹുലേക്ക് ക്ഷണിച്ച ഒരുവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആ ക്ഷണമാണ്, അള്ളാഹുലേക്കുള്ള ക്ഷണമാണ് ഈ മാതാപിതാക്കൾ ഇവനെ ക്ഷണിക്കുന്നത്. അവർക്ക് എന്ത് താല്പര്യമാണ് അതുകൊണ്ടുണ്ടാവുക? ഭൗതികമായി എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? ഒന്നുമില്ല. ആ മാതാപിതാക്കൾ അവനെ ക്ഷണിക്കുന്നു. അവനാകട്ടെ ഏറ്റവും മോശമായ മറുപടി അവരോട് പറയും. നിങ്ങൾ എനിക്ക് വാഗ്ദാനം നൽകിയാണോ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ധാരാളം തലമുറകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. നാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, മുൻകഴിഞ്ഞ നിഷേധികളായ തലമുറകൾ, എല്ലാ ജഹൂലും കഫൂറുമായവനും മാതൃകയാക്കാൻ പറ്റിയ ആളുകൾ, വിവരമില്ലാത്ത നിഷേധികളായ ആളുകൾ മാതൃകയാക്കുന്ന പഴയകാലത്തെ നിഷേധികളായ തലമുറകൾ അവരെത്ര എണ്ണം ജീവിച്ചു പോയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. വഹുമ, എന്നാൽ അവരാകട്ടെ മാതാപിതാക്കൾ, അവരുടെ സ്ഥിതി എന്താണ്? യസ്തഗീസാനില്ലാഹ്, അവർ അള്ളാഹുവിനോട് ഒരു മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ സഹായം തേടുന്ന അത്രയും പ്രയാസത്തിലകപ്പെട്ടവന്റെ സഹായത്തേട്ടം തേടിക്കൊണ്ട്, എന്തിനു വേണ്ടി? ഇവനെ നന്നാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അവനോട് പറയുകയാണ്, വൈലക ആമിൻ, നീ വിശ്വസിക്കൂ. അവന്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ്, നീ വിശ്വസിക്കുക. ആ വിശ്വാസം എന്താണ്, അതിന്റെ തെളിവുകൾ എന്താണ് എന്നവർ അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വിശ്വാസത്തിന്റെ തെളിവുകൾ അവർ അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത് എന്ത്? മഹാദ ഇല്ല ഇല്ല അസാത്തിറുൽ അവ്വലീൻ വൈലക ആമിൻ, അവർ പറയുന്നു നീ വിശ്വസിക്കൂ. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യം തന്നെയാണ്. അതിന്റെ തെളിവുകൾ അവർ പറഞ്ഞു കൊടുത്തു. അവൻ പറയുന്നു, മഹാദ ഇല്ല അസാത്തിറുൽ അവ്വലീൻ, ഇത് പഴയകാലക്കാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. അതെങ്ങനെ ശരിയാകും? കാരണം പഴയകാലക്കാരുടെ കെട്ടുകഥകൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വായിച്ചു? അവിടുന്ന് വായിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞു, ഓ നബിയെ, താങ്കൾ ഒരിക്കലും താങ്കളുടെ വലത് കൈകൊണ്ട് എഴുതിയിട്ടില്ല, താങ്കളൊരു കിതാബ് വായിച്ചിട്ടില്ല. ഇതല്ല അർത്താബൽ മുബ്തിലൂൻ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ബാത്തിലിന്റെ ആളുകൾക്ക് സംശയിക്കാൻ വകയുണ്ടാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഴയ കിതാബുകൾ വായിച്ചിട്ടില്ല. അവിടുത്തേക്ക് അഹ്ലു കിതാബുമായി ബന്ധമില്ല. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതി. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതി. എന്താണ് സുഹൈൽ ഇബ്നു അമർ അപ്പുറത്ത് എഴുതാൻ വന്ന ആള് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഈ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ നിന്നെ പിൻപറ്റുമായിരുന്നു. എഴുതാൻ പറ്റൂല, മറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നെഴുതിക്കോളൂ. അലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് എഴുതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്, ഒരു സംശയവുമില്ല, എഴുതിക്കോളൂ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നെഴുതിക്കോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിത് മൈക്കൂല, റസൂലുള്ളാഹ് എന്നുള്ളത് എന്റെ കൈകൊണ്ട് ഞാൻ മൈക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിനി മക്കാന, എന്നാൽ ആ സ്ഥലം എനിക്ക് കാണിച്ചതാ. റസൂലുള്ളാഹ് എഴുതിയ സ്ഥലം എനിക്ക് കാണിച്ചതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ടത് മയക്കുന്നു. അലിയോട് പറയണത്, അരിനി മക്കാന, അതിന്റെ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാൻ, അന്നബിയൽ ഉമ്മി, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അവർക്ക് അവരുടെ കയ്യിലുള്ള കിതാബുകളിൽ തൗറാത്തിലും ഇഞ്ചീലിലും അടയാളങ്ങൾ, വ്യക്തമായ വിവരണങ്ങൾ സ്വന്തം മക്കളെ കണ്ടാൽ തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിയാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും. എങ്ങനെയുള്ള റസൂലാൻ
റസൂൽ നബി അൽ ഉമ്മി, ഉമ്മിയായ റസൂലും നബിയും. ഉമ്മി എന്നാൽ എഴുത്തും വായനയും അറിയാത്ത റസൂൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠതയാണ്, അതിന് അക്സൽ, അത് കുറവല്ല, അത് പൂർണ്ണതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള തെളിവാണ് അവിടുന്ന് അവിടുത്തേക്ക് എഴുത്തും വായനയും അറിയില്ല എന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് അവിടുന്ന് സംസാരിക്കുന്ന ഈ മനോഹരമായ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത്രയും വലിയ വിജ്ഞാനം എവിടുന്നാണ് കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കൃത്യമായ വിജ്ഞാനം, ഓരോ വിഷയങ്ങളിലുള്ള മാർഗദർശനം എങ്ങനെയാണ് ഒരു മനുഷ്യന് സങ്കല്പിച്ചുണ്ടാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങൾ പഠിച്ച ആളായിരിക്കണം, ഏതെങ്കിലും പഴയ പ്രത്യയശാസ്ത്രങ്ങൾ എഴുതപ്പെട്ട കിതാബുകൾ വായിച്ച ആളായിരിക്കണം. ഇതൊന്നുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അസാത്തിറുൽ അവ്വലീൻ, പഴയ കാലക്കാരുടെ കെട്ടുകഥകളാണ് എന്നത് എങ്ങനെയാണ് ശരിയാവുക? അതൊരിക്കലും ശരിയാവുകയില്ല, അതൊരിക്കലും ശരിയാവുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ വഹിയാണിത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദർസുകളിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.